വയലറ്റ് വസന്തം തീർത്ത വയനാട് പൂക്കോട്ട് തടാക കാഴ്ചകൾക്കും ബോട്ടിങ്ങിനും അവധിക്കാല വിനോദം തേടിയും സഞ്ചാരികളുടെ വരവ് സജീവം. അവധിക്കാലമായതോടെ വയനാട് ജില്ലാ ടൂറിസവും അക്ഷരാർത്ഥത്തിൽ ഉണർവിന്റെ അനുകരണങ്ങൾ പ്രകടമായി. വയനാട് ചുരങ്ങളുടെ ചാരുത കണ്ട് മുകളിലേക്ക് കയറി വരുമ്പോൾ സഞ്ചാരികളെ ഹൃദ്യമായ വരവേൽപ്പാണ് പൂക്കോട് തടാകം സ്വാഗതം ചെയ്യുന്നത്. ഈ മനോഹരമായ തടാകത്തിൽ വയലറ്റിന്റെ വർണ്ണചാരുത വിടർത്തി കബോബ ഫർക്കാറ്റ എന്ന ജലസസ്യങ്ങളുടെ കൂട്ടമാണ് ആകർഷണമാക്കുന്നത്. ഇക്കാരണത്താൽ തടാകത്തിലെ പടിഞ്ഞാറ് ജലത്തിൽ വയലറ്റ് പൂക്കൾ ജലതരംഗങ്ങളിൽ ആടിയുലഞ്ഞാണ് സഞ്ചാരികളുടെ മനം കുളിർക്കുന്നത്. ഇടയ്ക്ക് വെള്ള ആമ്പൽ പൂക്കളും വശ്യമാകുന്നുണ്ട്. കബോബ പൂക്കൾ ബോട്ടുകളുടെ സഞ്ചാരത്തിന് വിനയാണെങ്കിലും ഒരു വശത്ത് മാത്രമായതിനാൽ കാര്യമായ പ്രതിസന്ധി തീർക്കുന്നില്ല. അവധിക്കാലമായതിനാൽ ആയിരങ്ങളാണ് പൂക്കോട്ട് തടാക കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നത്. 5.71 ഹെക്ടർ വിസ്തൃതിയിലുള്ള തടാകം നിത്യഹരിതവും ഇരുണ്ട പച്ചപ്പും ചുറ്റും മാമലകളാലും മനോഹരമാണ്. പൂക്കോട് തടാകത്തിന്റെ മുഖ്യ സവിശേഷത കാടിന്റെ കുളിർമയിൽ നടപ്പാതയിലൂടെ സഞ്ചാരികൾക്ക് സഞ്ചരിച്ച് ചുറ്റിക്കാണാനുള്ള സംവിധാനമാണ്. റോ ബോട്ടുകളടക്കം നിരവധി ബോട്ടുകളും കയാക്കിംഗ് ബോട്ടുകളും പൂക്കോടിന്റെ ശുദ്ധജല തടാകത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് തടാകത്തിലുള്ള ബോട്ടിംഗ് സഞ്ചാരം. അവധിക്കാലമായതിനാൽ അരമണിക്കൂർ സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബോട്ടുകളിൽ 7 പേർക്ക് സഞ്ചരിക്കുന്നതിന് 700 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പ്രവേശനത്തിന് 40 രൂപ നൽകണം. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ പൂക്കോട്ട് തടാകം വയനാട് ജില്ലാ ടൂറിസം വകുപ്പാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യവളർത്തൽ കേന്ദ്രവും സഞ്ചാരികളെ ആകർഷകമാക്കുന്നുണ്ട്. ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധ നേടിയ പൂക്കോട്ട് തടാകത്തിലെ ബോട്ടിംഗ് യാത്ര വളരെ സുരക്ഷതയോടെ നടത്തുന്നതെന്ന് ലൈഫ് ഗാർഡ് അനന്തു എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ 7 വർഷമായിട്ട് ജോലി 2018 മാർച്ച് 28 ഇവിടെ. ഈ വയനാട് സ്വദേശി തന്നെയാണോ? അല്ല, ഞാൻ കോട്ടയം സ്വദേശിയാണ്. കോട്ടയം സ്വദേശിയാണല്ലേ? ജസ്റ്റ് എത്ര പേര് ഇവിടെ വരുന്നുണ്ട് ദിവസവും? ഒരു ആവറേജ് വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിൽ ഒരു 1000-ഓളം പേര് വരാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ 5,000 to 6,000 വരുന്നുണ്ട് അല്ലേ? ഇത് എത്ര ഏക്കർ സ്ഥലം വരുന്നുണ്ട് മൊത്തം? ഇത് ടോട്ടൽ 13 ഏക്കർ. 13 ഏക്കർ അല്ലേ? വിദേശികളൊക്കെ വരാറുണ്ട് ഇവിടെ? ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ട്. ഔട്ട് സൈഡ് അതർ സ്റ്റേറ്റ് ആൾക്കാരൊക്കെ വരാറുണ്ട്. അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആഴമേറിയ തടാകത്തിന്റെ ചുറ്റുമുള്ള വനമേഖലകളിൽ വന്യമൃഗങ്ങളുണ്ട്. ഇടയ്ക്ക് വന്യമൃഗങ്ങളെയും കാണാം. വശ്യമായ കാട്ടുമരങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളും ചിത്രശലഭങ്ങളും സഞ്ചാരികൾക്ക് പുളക കാഴ്ചയാണ്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.